ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേക്കപ്പ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നന്നായി വരുമോയെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ എൻ്റെ മേക്കപ്പ് പൗച്ചാണിത്. ഞാൻ തൽക്കാലത്തേക്കായിട്ട് കൊണ്ടുവന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഇതാണ്. വാസ്ലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണിത്. നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്താണ്, വൈറ്റ് കാസ്റ്റ് ഇല്ല, നല്ല ഹൈഡ്രേഷനും തരും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട വൺ ഓഫ് മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസേഴ്സാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാൻ കണ്ണിൻ്റെ അടിയിലും പിന്നെ ഞാൻ ഡോട്ടായിട്ടാണ് അപ്ലൈ ചെയ്യാറ്. സോ ഞാൻ ചീക്സിലും, രണ്ട് ചീക്സിലും, ഫോർഹെഡിലും ചിന്നിലൊക്കെ ആയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാറ്. എന്നിട്ട് ഞാനങ്ങനെ സ്പെഷ്യലായിട്ട് ഞാനൊന്നും ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് കൈ തന്നെയേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം നമുക്ക് ബാക്കി വരികയാണെങ്കിൽ കയ്യിലും തേച്ച് കൊടുക്കുക. ഞാൻ ഇങ്ങനെ ഇതാക്കാറൊന്നുമില്ല. അപ്പോൾ കൈ വെച്ച് ഞാൻ ഫസ്റ്റ് ചെയ്യാറ് ഫോർഹെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം വെച്ച് തുടങ്ങാം. പക്ഷേ കുറച്ചുകൂടി ഞാൻ പറയാം ചീക്സ് വെച്ച് തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ തീരെ വൈറ്റ് കാസ്റ്റ് ഇല്ല, അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്രീമാണ് കേട്ടോ. പക്ഷെ ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്രീമിനായാലും വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ വേറെ നെക്സ്റ്റ് പ്രോഡക്റ്റിലോട്ട് പോവുക. ഇത് നല്ല രീതിയിൽ ഇങ്ങനെ എനിക്കിത് ഭയങ്കരമായിട്ട് ഹൈഡ്രേഷൻ ഇപ്പോഴേ ഫീൽ ചെയ്ത് ഇങ്ങനെ തേച്ച് വരുമ്പോഴത്തേക്കും തന്നെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. എൻ്റെ ഫൗണ്ടേഷൻ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. സോറി ഗൈസ്, ഫൗണ്ടേഷൻ കാണിച്ചു തരാം. ഈ നമ്മൾ ഫൗണ്ടേഷൻ കാണിക്കുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മളെല്ലാം ക്രീം നല്ല രീതിയിൽ സെറ്റാക്കി കഴിഞ്ഞാലല്ലേ നന്നായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഫൗണ്ടേഷൻ എടുക്കാം. ഇതാണ് എൻ്റെ ഫൗണ്ടേഷൻ. ഓണക്സ് കോസ്മെറ്റിക്സിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഓണക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലുള്ളൊരു ബ്രാൻഡാണ്. ഓസ്ട്രേലിയയിലുണ്ട്, USA എന്നാണ് എനിക്ക് തോന്നുന്നത്, പിന്നെ ന്യൂസിലൻഡിലും ഉണ്ട്. ഇത് അടിപൊളി ഒരു ഇതാണ് കേട്ടോ, ഹൈഡ്രേറ്റിംഗ് ആണ്. എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ചെയ്താണ്. കുറേ സ്കിൻ ടോൺസ് ഉണ്ട് കേട്ടോ. കുഞ്ഞിയും വന്നു ഗൈസ്. അപ്പോൾ കുഞ്ഞിനെയും കൂടി ചേർത്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അമ്മ സൈഡിൽ നിന്ന് കുഞ്ഞിക്ക് കുറച്ചൊന്ന് മുടിയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിക്ക് ഞാൻ ഈ ഫൗണ്ടേഷൻ തേക്കാറില്ല, കാരണം ഇതെൻ്റെ ഷെയ്ഡാണ്. കുഞ്ഞിയുടെ ഷെയ്ഡ് കുഞ്ഞിക്ക് കുറച്ചുകൂടി ലൈറ്ററായിട്ടുള്ള ഷെയ്ഡായിരിക്കും വേണ്ടി വരിക. എനിക്ക് കുറച്ചുകൂടി സൺ ടാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് സൺ ടാനൊക്കെ മാറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അത് ഇതാക്കിയിട്ട് ഞാൻ ബ്രഷ് ചില സമയത്ത് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് ബ്രഷിനേക്കാളും കംഫർട്ടബിൾ സ്പോഞ്ചാണ് കേട്ടോ. സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇതാക്കാൻ പറ്റും, പിന്നെ എല്ലാ ഏരിയാസും കവർ ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ ബ്രഷിനെ പോലെ സ്പൈക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിയാതെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇതിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ആ ഫൗണ്ടേഷൻ്റെ ഇതല്ലാതെ ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്പോഞ്ചാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. കുഞ്ഞി അവിടെ എന്തൊക്കെയോന്നൊന്ന് പറയണ്ടേ. കുഞ്ഞിക്ക് ലിപ്സ്റ്റിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ കുഞ്ഞി എൻ്റെ ബ്രഷിൻ്റെ ബോക്സ് എടുത്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ ബ്രഷിൻ്റെ ബോക്സ് എന്ന് വെച്ചാൽ 5 എണ്ണം അടങ്ങുന്ന ഒരു സെറ്റാണ്. അപ്പോൾ അതിൽ ഒരു വലിയ ബ്രഷ് ഉണ്ടാവും, പിന്നെ 4 കുഞ്ഞു ബ്രഷും ഉണ്ടാവും. അത് നല്ലതാട്ടോ, നല്ലൊരു സെറ്റാണ്. നിങ്ങൾക്കത് ഷീനിൽ മേടിക്കാൻ കിട്ടും. നിങ്ങളുടെ ഫസ്റ്റ് ഇനിഷ്യൽ കസ്റ്റമൈസ് ചെയ്തിട്ട് മേടിക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കുറച്ച് ക്രീം യൂസ് ചെയ്യാണ്. ഇത് ഞാൻ സ്ട്രോക്ക് ക്രീം പോലെ കേട്ടോ യൂസ് ചെയ്യുന്നത്. സ്ട്രോക്ക് ക്രീം പോലെ യൂസ് ചെയ്യാനും അടിപൊളിയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാനും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം അങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല, സ്ട്രോക്ക് ക്രീം തന്നെയായിരിക്കും താല്പര്യം. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ട്രോക്ക് ക്രീം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് സ്ട്രോക്ക് ക്രീം പോലെ വർക്കാവും. സോ നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ചെയ്യാം കേട്ടോ.
ഞാൻ എൻ്റെ ഐബ്രോസ് മാത്രമല്ല ചെയ്യണത്, കുഞ്ഞിയുടെയും ചെയ്യണ്ട കേട്ടോ. അപ്പം കുഞ്ഞി ഇങ്ങനെ എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിക്ക് മേക്കപ്പിലൊക്കെ ഭയങ്കര താല്പര്യം കേട്ടോ. അതുകൊണ്ട് കുഞ്ഞി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞിക്കും ചെയ്ത് തരുമോയെന്ന്. പക്ഷെ അമ്മ അങ്ങനെ കുഞ്ഞിക്ക് മേക്കപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല, കാരണം കുഞ്ഞ് ചെറുതല്ലേ. ഞാനങ്ങനെ കേട്ടോ കുഞ്ഞിനോട് പറയാറ്, കുഞ്ഞി ചെറുതല്ലേ, അപ്പോൾ വലുതായിട്ട് ചേച്ചി ചെയ്തു തരാമെന്ന്. പക്ഷെ കുഞ്ഞിക്ക് ഇഷ്ടം ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. കുഞ്ഞ് സ്വന്തമായിട്ട് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കും, പക്ഷെ ഞാൻ സമ്മതിക്കാറില്ല, കുഞ്ഞിക്ക് അറിയില്ല ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ്. നെക്സ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ബ്ലഷാണ്. ഇതും ഓണക്സ് കോസ്മെറ്റിക്സിൻ്റെ ബ്ലഷാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ബ്രഷാണ്. എനിക്ക് ബ്രഷാണ് ഇതിന് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ ഇതാക്കിയിട്ട് ആണോ, നല്ലൊരു ബ്ലഷാണ്, കുറച്ച് സ്പാർക്ക്ലി ആയിട്ടുള്ള ഒരു ബ്ലഷാണ്. അപ്പോൾ ഇത് തൊട്ടിട്ടാണ് കേട്ടോ കുഞ്ഞിക്കും ചെയ്ത് കൊടുക്കുന്നത്. അല്ലാത്തത് ഞാനൊന്നും കുഞ്ഞിക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ കുഞ്ഞിക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു ഇത്, കാരണം കുഞ്ഞിക്ക് മേക്കപ്പൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. കുഞ്ഞിക്ക് ഞാനിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ കുഞ്ഞിക്കും കൊതിയാവട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാൻ. അപ്പോൾ കുഞ്ഞിക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ ഈ മേക്കപ്പിനോടൊക്കെ കുഞ്ഞിക്കും ഭയങ്കര താല്പര്യം കേട്ടോ. ഞാനിങ്ങനെ ചീക്സിലും നോസിലും വേണം മെയിൻലി ഇടുക. ചില ആൾക്കാർ നമ്മുടെ ഫോർഹെഡിൻ്റെ സൈഡിൽ കൂടി ഒരു എൽ ഷേപ്പിലിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനങ്ങനെ ഇടാറില്ല. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം എടുക്കാം. ഞാൻ മസ്കാര അങ്ങനെ എനിക്ക് യൂസ് ചെയ്യാൻ അത്ര താല്പര്യമില്ല, മസ്കാര. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു പാടാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതും ഓണക്സ് കോസ്മെറ്റിക്സിൻ്റെയാണ്. ഇതിൽ കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഐ ഷാഡോയിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുഞ്ഞിക്കാണ്, കാരണം കുഞ്ഞി കുറേ നേരമായി വെയിറ്റ് ചെയ്യണു. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് കുഞ്ഞിക്ക് ചെയ്ത് കൊടുക്കാം. കുഞ്ഞിക്ക് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കളറ് ഡാർക്കായിട്ടുള്ളൊരു പേർപ്പിളാണ്, ഗ്ലിറ്ററി ആണ്. അതാണ് കുഞ്ഞിക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അത് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുഞ്ഞിനോട് ഞാൻ കളർ ചൂസ് ചെയ്യാൻ പറയണം. അപ്പോൾ കുഞ്ഞി ചൂസ് ചെയ്തത് ഒരു ഡാർക്ക് കളറാണ്. അത് കുഞ്ഞിക്ക് ചേരും ചോദിച്ചാൽ നല്ലതായിരിക്കും. ഒരു ബ്ലാക്കിഷ് കളറാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഐ ഷാഡോ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് കുഞ്ഞിയുടെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് കുഞ്ഞി ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും, ഒരിടത്ത് നിൽക്കില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞി എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ പറയണത്. അപ്പോൾ കുഞ്ഞി ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഏകദേശം നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുഞ്ഞിയുടെ ഫുള്ള് ഇത് തീർന്നിട്ട് എൻ്റെ ചെയ്യാമെന്ന് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിക്ക് ഇതൊന്നും ഉണ്ടാവില്ല, പരാതീസൊന്നും ഉണ്ടാവില്ല. ബ്ലഷ് ഇട്ടതിൻ്റെ ഒരു ചെറിയ ഇത് കുഞ്ഞിയുടെ മുഖത്ത് കാണാം കേട്ടോ. അപ്പം കുഞ്ഞിയുടെ കണ്ണിൻ്റെ ഇവിടെ കാണാമല്ലോ, ആ കളറാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആ പാലറ്റിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഡാർക്കറായിരിക്കും. അത് എനിക്ക് കാണുമ്പോൾ തോന്നാറൊരു ബ്ലാക്ക് പോലെയാണ്. അപ്പം ഭയങ്കര ബ്ലാക്ക് അല്ലെങ്കിലും ഒരു പേർപ്പിളിഷ് ബ്ലാക്കായിട്ടാണ് എനിക്ക് തോന്നാറ്. അതുകൊണ്ട് ഞാൻ ആ കളർ അത്രയ്ക്ക് യൂസ് ചെയ്യാറില്ല. പക്ഷെ കുഞ്ഞിക്ക് എന്തുകൊണ്ടാണോ ആ കളർ ചൂസ് ചെയ്യാൻ തോന്നിയത്. പക്ഷെ നല്ല കളറാണ്. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും കേട്ടോ. ഇവിടെ കൂടി കുറേ കാറൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. കുഞ്ഞിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളറ് പേർപ്പിളാണ്. സോ പേർപ്പിൾ കുഞ്ഞിയുടെ ഐസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഓ മൈ ഗോഡ്, ഞാൻ തന്നെ ചെയ്താന്ന് ആലോചിക്കുമ്പോൾ കുഞ്ഞി അനങ്ങാതെ നിൽക്കുന്നതുകൊണ്ട് കുറേ ഇതായി പോകും. പിന്നെയും നമ്മളതിൽ പണിയാൻ നിൽക്കുമ്പോൾ കുറച്ച് ഇതായി പോകും. എന്നാലും കുഴപ്പമില്ല, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വരുമ്പോൾ ശരിയാവുമായിരിക്കും. അപ്പോൾ
ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുഞ്ഞിയാണെങ്കിൽ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇടാൻ കുറച്ച് പാടാണ്. പിന്നെ കുഞ്ഞിയുടെ ലിപ്സ് കുറച്ച് ചെറുതായതുകൊണ്ട് പാടുപെടും. അതാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് കുഞ്ഞിയുടെ ഫൈനൽ ലുക്ക് കാണിച്ചു തരികയാണ്. കുഞ്ഞിക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ചെയ്യുന്നതൊക്കെ. അപ്പം നിങ്ങൾക്ക് കുഞ്ഞിയുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഒരു കാര്യം മറന്നുപോയി എന്ന് ഇപ്പോഴാണ് കേട്ടോ ഞാൻ അറിയുന്നത് ഗൈസ്. പൊട്ട് തൊടാൻ അത് ഇതിൻ്റെ അവസാനം ചെയ്യാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു. അപ്പം എൻ്റെ ഐഷാഡോ എൻ്റെ ഇതിനെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചുകൂടി പേർപ്പിൾ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം പേർപ്പിൾ ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് ഞാൻ പേർപ്പിൾ പക്ഷേ കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള സ്പാർക്ക്ലി പേർപ്പിൾ തന്നെയാണ് ഞാനും എടുത്തിട്ടുള്ളത്. അപ്പോൾ പേർപ്പിൾ മിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ. കുഞ്ഞിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല ഗ്ലോയി ആയിട്ടുണ്ട്. അത് എണ്ണയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. അത് മുഖത്ത് ആ ബ്ലഷും ഇതൊക്കെ ഇടുന്നതിൻ്റെയാണ്. കാരണം എണ്ണ എന്ന് വെച്ചിട്ട് എണ്ണ അമ്മ മുടിയിൽ മാത്രമേ പുരട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് മുഖത്ത് ഈ ഒരു കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞിക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക്, ബട്ട് ഇറ്റ്സ് എ പർപ്പിൾ കളർ. കുഞ്ഞിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഡാർക്കാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുഴപ്പമില്ലാത്തൊരു കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഏത് കളറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ കളർ ഞാൻ യൂസ് ചെയ്ത കളറാണോ അതോ കുഞ്ഞിക്ക് യൂസ് ചെയ്ത കളറാണോ എന്ന്. ചില ആൾക്കാർക്ക് ഡാർക്കായിരിക്കും ഇഷ്ടം. സോ നിങ്ങൾക്ക് ഏതായിരിക്കും കൂടുതലും നിങ്ങൾ കൂടുതലും ഏതായിരിക്കും പ്രിഫർ ചെയ്യാമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിക്കൊരു പൊട്ട്, ഞാൻ കുറച്ചൊരു ഓവൽ ഷേപ്പിലുള്ള പൊട്ടാണ് കുഞ്ഞിക്ക് വയ്ക്കാൻ നോക്കിയത്. അത് തോന്നി എനിക്ക് കുറച്ചുകൂടി ഭംഗിയുണ്ടാവുമെന്ന്. ഞാൻ ചെയ്ത മേക്കപ്പ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ലിപ്സ് കൊള്ളാം, കുറച്ചൊരു നല്ല ഇതുണ്ട്. ബ്ലഷും കൊള്ളാം. ജസ്റ്റ് എനിക്ക് ഐഷ് കണ്ടോ മാത്രം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കുഞ്ഞിയുടെ കഴിഞ്ഞപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ തുടങ്ങി. മസ്കാര കുഞ്ഞിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് ഗൈസ്. പിന്നെ കുഞ്ഞി ചെറുതായതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനത്തെ ഇത് ഒന്നും കുഞ്ഞിക്ക് ഇതാക്കാത്തത്. കുഞ്ഞി ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് ഇതൊക്കെ കുഞ്ഞിക്ക് 3 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ കുഞ്ഞിക്ക് ഇപ്പം തന്നെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഇതിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ അവിടെ ആയിട്ടോ. അതുകൊണ്ട് ഞാനത് മൂക്കിൽ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തതാണ്. ഇത് അമ്മ അറിയാതെ എന്തോ എടുക്കാൻ വേണ്ടി കൈ കൊണ്ടുവന്നാണ് കേട്ടോ ഗൈസ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പം ഞാനും കൂടി ഒരു പൊട്ടും കൂടി തൊട്ടാൽ നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് തീരെയാണ്. സോ എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നും കമൻറ്റ് ചെയ്യുക. കുഞ്ഞിയുടെയാണോ എൻ്റെയാണോ ഇഷ്ടപ്പെട്ടത്. ബൈ.